ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവില് ഓരോരുത്തർക്കും ലഭിച്ച പോയിന്റുകൾ, ഈ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കില്, സ്ക്രാച്ച് കാർഡിന്റെ ടാസ്കിൽ എല്ലാവർക്കും ലഭിച്ച പോയിന്റുകളാണ് പറയാനായിട്ട് പോകുന്നത്. ഷാനവാസിന് 15 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ടാസ്കിൽ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇന്ന് ഷാനവാസിന് കോൾ അടിച്ചു കേട്ടോ. ലക്ഷ്മിക്ക് 8 പോയിന്റുകളാണ് ആഡ് ആവാനായിട്ട് പോകുന്നത്. അനീഷിന് 7. ആര്യൻ 20 പോയിന്റുകൾ ആഡ് ആവുന്നുണ്ട്. ആര്യനും കോൾ അടിച്ചു. ഇന്നലത്തെ ടാസ്കിന്റെ ഇന്നത്തേതും കൂടെ ചേർത്ത് എല്ലാം കോൾ അടിച്ച മട്ടാണ്. ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബോണസിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ടിക്കറ്റ് ഫിനാലെ ആര്യന് തന്നെ ഉറപ്പിച്ചു. അക്ബറിന് 8 പോയിന്റ്, സാബുമാൻ 9, നൂറ 9, ആദില 12, നെവിൻ 10, അനുമോൾക്ക് 17 പോയിന്റുകൾ ലഭിച്ചു കേട്ടോ. ഇത് പോയിന്റ് നില മാത്രമാണ് പറഞ്ഞത്. ഈ കൂട്ടത്തിൽ 2 പണികൾ കിട്ടിയിട്ടുണ്ട്. അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന പണി വീട്ടിൽ നിന്നും വരുന്ന ദീപാവലി ഗിഫ്റ്റ് കൊടുക്കില്ല എന്നുള്ള ആ ഒരു പണിയാണ് അനുമോൾക്ക് കൊടുത്തിരിക്കുന്നത്. അതൊരു കടന്ന കൈയായിപ്പോയി കേട്ടോ. അനീഷിന് കൊടുത്ത പണി കമ്പാരിറ്റീവ്ലി ഇത്തിരി എളുപ്പമുള്ളൊരു പണിയാണ്. കിട്ടുന്ന ഭക്ഷണം ചെറുതോ വലുതോ എന്ന് പോലും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. കിട്ടുന്ന ഭക്ഷണം 3 പേർക്ക് വീതം ഷെയർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ടാസ്ക് ഇപ്പൊ നമുക്ക് വലിയൊരു സിമ്പിൾ ടാസ്ക് ആയിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ കിട്ടുന്ന എന്ത് ഫുഡാണെങ്കിലും അത് 3 പേർക്ക് വീതം അനീഷ് ഷെയർ ചെയ്യണം. അനീഷ് വലിയ കാര്യമായിട്ടൊന്നും അതിനെ കാണുന്നില്ല. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ബിഗ് ബോസ്, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കാണിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഷെയർ ചെയ്യണം, എന്ത് ഫുഡാണെങ്കിലും അത് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന പണി. ആര്യന്റെയും പണി ഇത്തിരി എളുപ്പമുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അവിടെ ഫുഡിന്റെ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ആര്യൻ അത് ചെയ്യാൻ പറ്റാതായിരിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ടാസ്ക്. ഈ ടാസ്കിന് ഇനി വീണ്ടും അടുത്ത റൗണ്ടുകൾ ഉണ്ടാവുമോ എന്നറിയില്ല. ഇത് ഇവിടെ കൊണ്ട് തീരാനാണ് ചാൻസ്. കണ്ടറിയാം എന്താണ് എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്